കോഴിക്കോട് മുക്കം പീഡന ശ്രമ കേസിൽ മുഖ്യപ്രതി ദേവദാസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ ശേഷവും സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരൻ തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ആൺസുഹൃത്തുമൊത്തുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവദാസ് ബ്ലാക്ക്മെയിലിംഗിന് ശ്രമിച്ചു. തന്നെ വകവരുത്തുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്നും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. മുക്കത്ത് സങ്കേതം എന്ന ഹോട്ടലിന്റെ ഉടമ ദേവദാസിന്റെ പീഡന ശ്രമത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലാണുള്ളത്. ഇപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെ ആണ് ആ കുട്ടിയുള്ളത്. എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. പരസഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാര്യമായ പരുക്ക് ഏറ്റിട്ടുമുണ്ട്. ഇനിയും ഇടുപ്പലിനാണ് പരുക്ക് പറ്റിയിരിക്കുകയും ചെയ്യുന്നത്. മാസങ്ങളോളം ഈ കട്ടിലിൽ തന്നെ കിടന്നാലാവും പിന്നീട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകളും ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആ കുട്ടി തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അവരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കേൾക്കാം. അന്ന് എന്താണ് സംഭവിച്ചത്? ഈ അപകടം പറ്റിയ ദിവസം അന്ന് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ ഡോറ് അത് സാധാ പോലത്തെ ലോക്കല്ലായിരുന്നു. അത് എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന 2 പേരായിരുന്നു അത് അടച്ചുകൊണ്ടിരുന്നത്. അവരായിരുന്നു താഴെ താമസം, ഞാൻ മുകളിലത്തെ റൂമിലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ച് തട്ടി അടക്കേണ്ട ഒരു ഡോറായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ചിട്ട് കിടക്കാനാകുമ്പോൾ വന്ന് അടക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. എനിക്ക് പിറ്റേന്ന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അത് കാരണം ഞാൻ വൈകിയേ കിടക്കുള്ളായിരുന്നു, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളിങ്ങനെ 3 നേരമായിട്ട് ഇങ്ങനെ വന്നു. ഇയർഫോൺ വെച്ചുകൊണ്ടാണെന്ന് തോന്നിയത്. ഒരു സൗണ്ടും കേട്ടിട്ടില്ല. എൻ്റെ റൂമിൻ്റെ ജസ്റ്റ് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു, തുറന്നടക്കുന്ന. അത് കേട്ടിട്ട് റൂമിൻ്റെ തൊട്ടിപ്പുറമാണ് ബാൽക്കണി വരുന്നത്. ആ പാസേജിൻ്റെ നേരെ ഫ്രണ്ടിലപ്പോൾ ബാൽക്കണിയിലേക്കല്ല ഡയറക്റ്റ് വന്നു. ഒരു മൂലയിലിരിക്കുകയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ട്. അവിടെ നിന്ന് എണീറ്റപ്പോൾ ഇയാളെയാണ് ആദ്യം കാണുന്നത്. മറ്റ് 2 പേര് എന്നെ തടയുന്ന പോലെ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുക. അവരൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇയാൾക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആഷ് കളറുള്ള മാസ്ക് ഉണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത്. അതിട്ടിട്ട് എൻ്റെ നേരെ വന്നു. അയാളുടെ കയ്യിൽ ടാപ്പ് ഉണ്ടായിരുന്നു. ടാപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യാണ്ട് അയാൾ എൻ്റെ നേരെ വന്നിട്ട് അയാൾ ഡയറക്റ്റ് ഞാൻ കരയുന്ന കണ്ടപ്പോൾ തന്നെ അയാൾ ആ വീഡിയോയിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചു. മാനം പോകുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് അയാളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കി എന്നെ. ഞാൻ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാനിങ്ങനെ അയാളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ അയാൾ ആ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസ് ആയിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോഴാണ് റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് അയാളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് അയാളെൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. അങ്ങനെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ടാണ് ഞാൻ വീഴുന്നത്. മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റോടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണേന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടെല്ലാം ഞാൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നെടുത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചേർഡായിട്ടുള്ള കാലായത് കാരണം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്കെ കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചത് ഒരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്. എന്നാൽ എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പം കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ
ആരോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളെ വണ്ടി ഉണ്ടായി, അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയ അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, മോളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേന്ന്. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല, ഒന്നത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി എവിടെ അകത്ത് കയറി ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെ എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ടാവും, ഒന്ന് മേടിച്ച് തരണം, എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞപ്പോൾ ഫോൺ മേടിക്കാൻ ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു, അതിൽ പിന്നെ ആളെ കണ്ടിട്ടില്ല. അയാൾ എന്നെ അവിടെ ഇട്ടിട്ട് പോയി. അവിടെ മാറ്റിയിട്ട് ഇത് തന്നെ അവസ്ഥ. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു, പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല, അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്ന. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു. പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ എന്തോ വാർഡിൽ കിടന്നു. പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. 1 വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ആ സമയം മുതൽ ഇത് തുറക്കുന്നത്, അതായത് ഡിസംബർ 22 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിനു വേണ്ടിയിട്ട്. വേറെ എവിടെയും എനിക്ക് ജോലിക്ക് പോവാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട, ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ PSCയുടെ എന്തെങ്കിലും നോക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, ഈ ജോലി തന്നെ ഇതാവും, നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം, അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാനൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാൾ എന്തിനാ ജോലി പോലും ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്ന, അയാൾക്ക് എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ കാണുന്ന, പിന്നെ അവളുടെ എല്ലാ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാളെ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന് അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറയുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ച് മേടിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്, അതൊരു 1 ലക്ഷം രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോലിക്ക് കയറുന്നതിന് കുറച്ച് നാൾ മുമ്പേ സാലറിയിൽ നിന്ന് പിടിച്ചോ എന്നുള്ളത് വീട്ടിൻ്റെ ഒരു ജപ്തിയുടെ കേസായിരുന്നു. പിറ്റേ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് പത്രത്തിൽ വരും, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പൈസ അടക്കാതെ വേറെ വഴിയില്ല. 1 ലക്ഷം രൂപ ഷോർട്ട് വന്നായിരുന്നു. അത് അയാളടുത്ത് പറഞ്ഞ് അയാൾ 1 ലക്ഷം രൂപ തന്നിട്ട് അത് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ 40,000 ഞാൻ തിരിച്ചടച്ചു. ബാക്കി 60 കൂടെ അടക്കണം എന്നുള്ളത് കാരണം എനിക്ക് 30,000 ആയിരുന്നു സാലറി. അതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. അത് അടച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യനെ അറിയിച്ചിട്ട് ഇനി നിൻ്റെ പൈസയും തരില്ല, ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ വന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. പൈസ കൊടുക്കണം എന്നുള്ളത് കാരണം ഞാനത് കൊടുത്തു തീർക്കിയത്. ആദ്യത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ ഒരു ടൂറിന് എന്തോ പോയി, ഭാര്യയായിട്ടാണ് അയാൾ ടൂറിന് പോകുന്നത്. ടൂറിന് പോയെടുത്തുനിന്ന് അയാൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ താല്പര്യമുണ്ട്, ഫിസിക്കൽ റിലേഷന് താല്പര്യമുണ്ട്, എന്നെ അങ്ങനെ അങ്കിളായിട്ട് മാത്രം കാണണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് അയച്ചേക്ക് വാട്സപ്പിൽ, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം ഇയാൾ എൻ്റെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു അവളെ വിടരുത്, അവളെ പിടിച്ചു നിർത്ത്, പോകാൻ വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവരാ. അവർ പറഞ്ഞു എനിക്ക് ഇത്രയും മോശം ഉണ്ടായിട്ട് നീ പോയിക്കോ, ഇനി നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവരും പോകാൻ നോക്കുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കണ്ട, നീ സേഫ് അല്ല എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഇറങ്ങി, ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇയാൾ കുറേ സോറി പറഞ്ഞ മെസ്സേജ്, ഇയാൾ പറയുക ഇയാൾക്ക് അസുഖമില്ല, അസുഖമാണ്, ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും, ഇയാൾക്ക് എന്തോ പൈൽസിൻ്റെ അസുഖമാണ്, അതിന് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ അത് ഫുള്ള് ബ്ലഡിൽ കുതിർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞു
ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ പറഞ്ഞു അല്ല നീ വരാതെ ഞാൻ ഡോക്ടറെ കാണില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാം എനിക്ക് സർജറി ചെയ്യണം, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല, മാനേജ് ചെയ്യാൻ ആരുമില്ല, അവൾ മാത്രമേ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ലോക്കലായിട്ടുള്ള സ്റ്റാഫാണ്. പിന്നെ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി എങ്ങനെ നടന്ന സംഭവം, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. അതുമല്ല ഞാൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അത് അരമണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അതിലൊരു ആൾ വന്ന ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അതിപ്പോൾ അയാൾ പറയുന്ന ഒരു കഥ ഏതാണല്ലേ, ഈ നിങ്ങളുടെ അങ്ങോട്ട് ആരോ രഹസ്യക്കാർ വരുന്നു, അവരെ കെട്ടിയിടാൻ വേണ്ടിയാണ് ടാഗൊക്കെ ആയിട്ട് വന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് ഈ കാര്യം സംഭവിച്ചത് അല്ലേ, ഈ നടന്ന സംഭവം? അതെ, അങ്ങനെ അയാൾ പറയുന്നത്. പക്ഷെ അയാൾ എന്നെ പിടിക്കാൻ നേരിട്ട് അയാൾ എന്നെ കയറി പിടിക്കാൻ വന്ന്. ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ? ഇല്ല, ആരും വന്നിട്ടില്ലായിരുന്നു. അത് അവർ വരുന്നതന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് വരുന്നതും പുറത്തു പോകുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളത് തെളിയിക്കട്ടെ, അന്നത്തെ ദിവസത്തെ ആ കാര്യം അയാൾ തെളിയിക്കട്ടെ. ഈ മറ്റു കുട്ടികളോടുള്ള ഇയാളുടെ സമീപനം എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ വനിതാ ജീവനക്കാരോട്? മൊത്തത്തിലുള്ളവരോട് 6 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂടെയുള്ള 2 പേരോട് മാത്രം ഇയാൾക്ക് ഭയങ്കര വിരോധമായിരുന്നു. എന്നുവെച്ചാൽ അവരെ പറ്റി എൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ഇയാൾ സംസാരിക്കും. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഈ ഇപ്പം നടന്ന സംഭവമില്ലേ, വിട്ടിരുന്നെങ്കിൽ അത് അന്നേ നടക്കുമായിരുന്നു. അവരെ എന്താ വെച്ചാൽ ഒരു ഹോട്ടലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അയാൾ തരണം. ഒരു ബെഡ്, ആ പിള്ളേർ തറയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അതിലൊരാൾക്കൊരു മോനുണ്ട്, അവളുടെ ഭർത്താവ് മരിച്ചു പോയതാ. അപ്പോൾ അവർ തറയിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇയാൾ ബെഡ് പോലും അവർക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. അതേസമയം എനിക്ക് ഇയാൾ ബെഡ്, അലമാര, നല്ലൊരു റൂം തന്നെ എനിക്ക് തന്നു ഇയാൾ. എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു അവരെ റൂമിലൊന്നും കയറ്റരുത്, അവർ റൂമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും, നമുക്ക് സ്റ്റാഫ് വേറെ ഇല്ലാത്ത കാരണം അവരെ എടുത്തേക്കുന്നത്, അവരുടെ അടുത്ത് മിണ്ടരുത്. പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. എനിക്ക് എല്ലാം തുറന്നു പറയാനും എല്ലാവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പറഞ്ഞു നീ ഒരു മാനേജറാണ്, അവരൊരു കഫ്റ്റീരിയ സ്റ്റാഫാണ്, ആ ഒരു ലെവലിൽ അവരുടെ അടുത്ത് നീ സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെപ്പോഴും ഒന്നിച്ച് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പോകുന്നതാണെങ്കിൽ എന്താണെങ്കിലും അത് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ പിള്ളേരെ പറ്റി അയാൾ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ മോനുള്ളവളെ ഇയാൾ പറഞ്ഞു അവളെവിടെയോ പോയിട്ട് പഴിച്ച് പെറ്റതെന്തോ ആണ്, ഇതൊക്കെ എവിടെ നിന്ന് വന്നാൽ നമുക്കറിയില്ലല്ലോ, ഇവരൊക്കെ പ്രൂഫ് ഇതൊക്കെ വാങ്ങി വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരേ സമയത്ത് വലിയ കരുതൽ നിങ്ങൾക്ക് നൽകുകയും അവരിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുകയും ചെയ്തു. അതെ, അത് ഞങ്ങൾക്ക് 3 പേർക്കും മനസ്സിലായിരുന്നു. അവരില്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ ഒരു സേഫും ഇല്ല. അവരുള്ള കാരണം ഞാൻ പിന്നെ അവിടെ പിടിച്ചു നിന്നത്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി 8 മണിക്കത്തെ ട്രെയിനാണ് അവർ പോകുന്നത്. അന്ന് എനിക്ക് പെട്ടെന്ന് ലീവ് അങ്ങനെയൊന്നും കിട്ടില്ല. ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്ത് പോവായിരുന്നു, അവരില്ല. അങ്ങനെ വളരെ കുറച്ച് സമയം വന്നിട്ടുള്ളല്ലോ, ഒറ്റയ്ക്കായി വന്ന സമയങ്ങൾ കാര്യമായിട്ടുണ്ട്? ഇല്ലില്ല, ഞാൻ അവിടെ വന്നേ പിന്നെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ആവേണ്ട ഇത് വന്നിട്ടില്ല. അവർ അത്രയും ലോങ് ആയതുകൊണ്ട് അവർ 1 വർഷം കൂടുമ്പോൾ ഒക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാർ. അവർ 10 വർഷമായി അവർ കേരളത്തിൽ പല പല ഹോട്ടലിലൊക്കെ അവർ ജോലി ചെയ്ത് വന്നവർ. ഇവിടെ വന്നേ പിന്നെ അവർക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അവർ പോകുമ്പോൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിക്കണേ, വാതിലടയ്ക്കണേ, അതൊക്കെ പറഞ്ഞിട്ട് അവർ പോയത്. എന്നെ ഒരുപാട് വട്ടം ട്രെയിനിൽ കയറുമ്പോൾ എല്ലാം വിളിച്ചുകൊണ്ടിരുന്നു. ഈ മെസ്സേജ് അയക്കുന്നത് അല്ലാതെ ഈ താമസ സ്ഥലത്ത് വെച്ചോ ഹോട്ടലിൽ വെച്ചൊക്കെ എപ്പോഴും വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു അപമാനിക്കാനുള്ള ശ്രമം? വേറെ നോക്കിക്കൊണ്ട് ഒരുമാതിരി തുറിച്ചു നോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എല്ലാ സമയവും ഹോട്ടലിൽ തന്നെയായിരുന്നു. അയാളുടെ ആവശ്യം അവിടെ ഇല്ല. ഒരു ഓണർ എപ്പോഴും ഹോട്ടലിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും അയാൾ അവിടെ തന്നെയായിരുന്നു. അയാളിങ്ങനെ നോക്കിയിട്ട് ഈ മാല പുതിയതാണോ, ഈ കമ്മൽ പുതിയതാണോ, അങ്ങനെയൊക്കെ ഇയാൾ ചോദിച്ചോണ്ടേ ഇരിക്കും വന്നിട്ട്. നമുക്കറിയാം, മനസ്സിലാവും അല്ലേ? അത് മനസ്സിലാവും. അയാൾ വയ്ക്കും ഈ ഡ്രസ്സ് അന്നിട്ടതല്ലേ, ഇതിട്ടതല്ലേ. പിന്നെ ഇടയ്ക്ക് വയ്ക്കും പുറത്ത് എന്തെങ്കിലും പോകാനുണ്ടോ, എന്തെങ്കിലും
സാധനം മേടിക്കാനുണ്ടോ, എന്തെങ്കിലും ഇന്നർവെയർ എന്തെങ്കിലും മേടിക്കാനുണ്ടോ, അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഇയാൾ സംസാരിക്കുന്ന. ഈ മറ്റു ചില കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഫോൺ വിളിച്ച് കൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീണതാണ്. രണ്ട്, ഈ മദ്യപിച്ച് താഴേക്ക് വീണതെന്നൊക്കെയുള്ള പ്രചാരണങ്ങളും ആദ്യ ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീക്കെൻഡിൽ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കുന്നത്. അവിടെ ഒരു 3 ബിയറിൻ്റെ ഉപ്പിയുണ്ട്, കണ്ടാൽ മനസ്സിൽ ഞങ്ങൾ 3 പേരും ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നു അത്. അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും. അതുമല്ല, അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ. ഞാൻ കുടിച്ചിട്ടില്ല. എനിക്കറിയായിരുന്നു ഞാൻ കുടിച്ച് ബോധമില്ലാതായ എനിക്ക് എന്തെങ്കിലും പറ്റും. ആ ഒരു കരുതലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയോ തെറ്റിപ്പോയി. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു ആശുപത്രി ചെന്നപ്പോൾ ആവശ്യപ്പെട്ടാണല്ലോ. ആണ്, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇയാൾ എന്തൊക്കെയായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഒന്നാമത് ആ CCTVയുടെ കാര്യം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്ന പ്രശ്നം, ഫ്രണ്ട് വീട്ടിൽ വരുന്നത്, അതൊക്കെ അതൊക്കെ ഉള്ളൂ ഇനി രക്ഷപ്പെടാനുള്ളതായിട്ട്. പിന്നെ ഈ ആദ്യഘട്ടത്തിൽ പക്ഷേ ഈ ആശുപത്രി പോകുന്നു, അവിടെ ആദ്യ രാത്രിയിൽ കാര്യമായിട്ട് നോക്കിയില്ല. പിറ്റേ ദിവസം കുടുംബം വന്ന ശേഷമാണ് നോക്കിയത്. ആ സമയത്തും പുള്ളി മെസ്സേജ് അയച്ചില്ലേ? അത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഇത് പറ്റിയിട്ട് ഞാൻ ആശുപത്രിയിലാവുന്നത്. ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഞായറാഴ്ച ഉച്ചയോടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ICUലേക്ക് മാറ്റുന്നു. പിന്നെ തിങ്കളാഴ്ച രാത്രി എന്തോ 9:51 അങ്ങനെ എന്തോ സമയത്താണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതിന് മുമ്പുള്ള 2 മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ആ CCTV ക്ലിപ്പായിരിക്കും, അന്ന് ആ പയ്യന്മാർ വന്നതും ഇതൊക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡോസ് ഫോർ അങ്ങനെ എന്തായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നവരെ എനിക്കൊന്നും പറയാനില്ല. അയാളുടെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ സത്യമുണ്ട്, അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. പുള്ളി എന്തായാലും ഒന്ന് പേടിച്ചോട്ടെ എന്ന രീതി തന്നെയാണ്. ഒത്തുതീർപ്പിന് വല്ല ശ്രമം നടത്തിയോ പുള്ളിയുടെ ഭാഗത്ത് നിന്ന്? അമ്മേനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ രാഹുൽ എന്തോ പറഞ്ഞിട്ട്. പിന്നെ അമ്മയടുത്ത് പറഞ്ഞു അറിയാതെ കോൾ വന്ന് എടുക്കണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയടുത്ത് പറഞ്ഞു നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതല്ല എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അപ്പോൾ അങ്ങനെ തിരിച്ച് വഴക്കിടാനൊന്നും പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അമ്മ കോള് കട്ട് ചെയ്തു. ഇല്ല, അത് കേട്ട ഉടനെ തന്നെ അമ്മ കോള് കട്ട് ചെയ്തു. അതൊക്കെ ഞാൻ പോലീസ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ FIRൽ എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവരെ വന്നിട്ടുണ്ടായിരുന്നെ. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാണ്. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ആദ്യത്തെ ദിവസം സാധാരണ സ്ഥലത്തിട്ടാണ് പിന്നെ ICUലോട്ടാണ് മാറ്റിയത്. ആദ്യത്തെ ദിവസം ഞാൻ സാധാ പോലെ ഏതോ ഒരു വാർഡിലായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചിലരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർമാർ വന്നിട്ട് മോളെ വെള്ളം വേണോ അങ്ങനെ നോക്കി അങ്ങനെ കരയായിരുന്നു ഞാൻ വേദന കൊണ്ട്. പിന്നെ ഇവർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ പറയാം സീരിയസ് ആണ്, ICUയിൽ മാറ്റണമെന്ന്. പക്ഷേ ആ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നെങ്കിൽ ഇയാൾ പറയുന്ന കള്ളക്കഥകൾ ആളുകൾ ഒരു പരിധി വരെ കുറെ പേരെങ്കിലും വിശ്വസിച്ചു ആയിരിക്കും. അത് മാത്രമേ എനിക്ക് ഭാഗ്യമുള്ളൂ. അതും എൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട്. എൻ്റെ ഫോണില്ലായിരുന്നെങ്കിൽ, ഫോൺ അയാൾ അന്ന് വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും എനിക്കെതിരാകുമായിരുന്നു. അത് ഉറപ്പായിട്ടും. എന്തായാലും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് സംഭവിച്ചത് അല്ലേ? ഈ അവിടെ തുടരുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി ചുറ്റുപാട് മോശമൊക്കെയാണ് ഇയാൾ മുതലെടുത്തത്. ആണ്, എൻ്റെ അവസ്ഥ അതായിരുന്നു. അത് കേൾക്കുന്നവർക്ക് പറയാം ഇങ്ങനെ കേട്ടാ അവിടുന്ന്. പക്ഷെ ഇതൊക്കെ സിനിമയിലല്ലാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഇതുവരെ. എന്തു വന്നാലും ഞാൻ തടുക്കുന്നുള്ള ഒരു മൈൻഡുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ആ അവസ്ഥയെല്ലാം എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരാൾ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വേറെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ബോധം കെട്ട് വീണോന്ന് തന്നെ എനിക്ക്. പക്ഷെ എങ്ങനെയോ ഞാൻ പിടിച്ചു നിന്നു. ഇനിയിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനം അല്ലേ? അതെ, അയാൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അയാൾ ബാക്കി പറയുന്ന കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം അല്ല, അയാൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വേറെ ആളോട് മിണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നു, ആ ഒരു സമയത്ത് കാണാൻ വന്നു, അതൊന്നും അയാൾക്ക് എന്നെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ.
എന്തായാലും വളരെ ശക്തമായി തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. കൃത്യമായ വിശദീകരണങ്ങൾ ഈ ദേവദാസിൻ്റെയും ഒപ്പമുള്ള കുറേ ആളുകളും സമൂഹ മാധ്യമങ്ങളടക്കം നിരന്തരമായി അപമാനിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ വിശദീകരണങ്ങൾ കൂടിയാണ് ഈ യുവതി നൽകുന്നത്. ധീരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനവും. മുക്കം പീഡന ശ്രമക്കേസിലെ അതിജീവതിയാണ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയത്. അവരനുഭവിച്ച വേദനകൾ, ദുരിതങ്ങൾ അത് പൂർണ്ണമായും തുറന്നു പറയുന്നുണ്ട്. ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്തു. തന്നെ വകവരുത്താനായിരുന്നു ഈ ഹോട്ടൽ ഉടമയായിട്ടുള്ള ദേവദാസിന്റെ ശ്രമമെന്നാണ് യുവതി തുറന്നു പറയുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.